തമിഴ്നാട് കള്ളാക്കുറിച്ചിയിൽ വ്യാജമദ്യ ദുരന്തം എന്ന സംശയം 8 പേർ മരിച്ചു, 40 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. വ്യാജമദ്യം വിറ്റ് 2 പേർ അറസ്റ്റിൽ. മനീഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് നൽകും ഏറ്റവും പുതിയ വിവരങ്ങൾ. മനീഷ്, എന്താണ് സംഭവം? വിവരങ്ങൾ എന്തൊക്കെ? പ്രജൻ, ഇന്ന് രാവിലെയാണ് രണ്ടുപേരെ, അത് കാരുണ്യപുരം സ്വദേശികളായിട്ടുള്ള പ്രവീൺ, സുരേഷ്, ഇവർ ബന്ധുക്കളാണ്. ഇവരെ അവശനിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. വളരെ വേഗത്തിൽ തന്നെ ഇവരുടെ മരണം സംഭവിച്ചു. അതിനുശേഷം മറ്റു രണ്ടുപേർ, ശേഖർ, ജഗദീശൻ, ഇവരെല്ലാവരും തന്നെ കാരുണ്യപുരം സ്വദേശികളാണ്. ഇവരെയും ആശുപത്രിയിലേക്ക് എത്തിക്കും. അവശനിലയിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇവരെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. അവരുടെ മരണവും സ്ഥിരീകരിക്കുന്നു. തുടർന്നാണ് ഇത് ഒരേ പ്രദേശത്തുള്ള 4 പേരുടെ മരണമാണ് ഈ വ്യാജമദ്യ ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. എന്തായാലും ജില്ലാ ഭരണകൂടം ഇത് ഇനിയും അംഗീകരിച്ചിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ കൃത്യമായ അർത്ഥത്തിലുള്ള കാരണം പറയാൻ സാധിക്കൂ എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ 4 പേരുടെ മരണം സ്ഥിരീകരിക്കുന്നു. അല്പസമയം മുമ്പാണ് ബാക്കി 4 പേരുടെ മരണം കൂടി ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. ഇവിടെയുള്ള 40-ലധികം വരുന്ന ആളുകൾ വിവിധ ആശുപത്രികളിൽ, അതായത് വിഴിപ്പുരം, സേലം, കള്ളാക്കുറിച്ചി, അതുപോലെ തന്നെ പുതുച്ചേരിയിലെ ജിപ്മർ, അങ്ങനെ വിവിധ ആശുപത്രികളായി ചികിത്സയിലുണ്ട്. അല്പസമയം മുമ്പ് വിഴിപ്പുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായ മണികണ്ഠന്റെ മരണം സ്ഥിരീകരിക്കുന്നു. അത് മാത്രമല്ല, ജിപ്മർ ആശുപത്രി, പുതുച്ചേരിയിലെ ജിപ്മർ ആശുപത്രിയിലുള്ള 3 പേർ, സ്ത്രീ ഉൾപ്പെടെ 3 പേരുടെ മരണം കൂടിയാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. കൃഷ്ണമൂർത്തി, മണി, ഇന്ദിര എന്നിങ്ങനെ 3 പേരുടെ മരണം കൂടി ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു. ജിപ്മർ ആശുപത്രിയിൽ പുതുച്ചേരിയിലുള്ളത് 14 പേരെയായിരുന്നു അവിടെ പ്രവേശിപ്പിച്ചിരുന്നതിൽ 11 പേരുടെ, ബാക്കിയുള്ള 11 പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, മനീഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.